മീറ്റിംഗ് കൂടി വന്നാൽ ഒരു 1 ഹവറിൽ കൂടുതലൊരു മീറ്റിംഗ് വെച്ചാൽ അത് ഇഫക്റ്റീവ് ആവില്ല. പല പാർട്ട്നേഴ്സും ഡയറക്ടേഴ്സും പറയാറുള്ളൊരു തമാശ ഉണ്ട്, ഞങ്ങൾ മീറ്റ് ചെയ്യും പക്ഷേ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല, പുതിയ കാര്യങ്ങളാണ് വരാറ്. നമ്മളൊരു ഒരു പ്ലാൻ ഇട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മീറ്റ് ചെയ്യണത്, പക്ഷേ ആരെങ്കിലും വേറെ ഒരു കറണ്ട് ഇഷ്യൂ കൊണ്ടുവരും, അത് ഡിസ്കസ് ചെയ്യും, അങ്ങ് പിരിയും, ഓരോരുത്തരും ഇറങ്ങിപ്പോവും. ഉദ്ദേശിച്ച അജണ്ടയിൽ തീരുമാനം ഉണ്ടാവില്ല. അങ്ങനെ വരരുത്. ടൈം ബൗണ്ടായിരിക്കണം. അത് ചെയർ ചെയ്യുന്നയാളത് ഉത്തരവാദിത്തം വേണം. ഓരോ ടൈം ബൗണ്ട് 10 മിനിറ്റ് 5 മിനിറ്റൊക്കെ വെച്ചിട്ട് സൈഡ് ടോക്സോ ഡൈവേർട്ടഡ് ഇതിലേക്കോ പോകാണ്ട് സീരിയസ് ആയിട്ട് ചെയ്യുക, അജണ്ട വയ്ക്കുക, ഡിസ്കസ് ചെയ്യുക, മിനിറ്റ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക. ദെൻ ഓരോരുത്തരും എടുത്തേക്കണ ഉത്തരവാദിത്തങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ആരോടെങ്കിലും എൻഗേജ് ചെയ്യിക്കുക, മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അവർ വിട്ടുപോകാൻ സാധ്യതയുണ്ട്, ഫോളോ അപ്പ് ചെയ്യണം. അടുത്ത മീറ്റിംഗ് വരുമ്പോൾ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത അജണ്ടാസിൽ തീരുമാനം എടുക്കാത്ത കാര്യങ്ങൾ ആ അജണ്ട മാറ്റേഴ്സ് ആയിരിക്കണം ആദ്യത്തെ പോയിൻ്റ്. അത് കഴിഞ്ഞ് പുതിയ പോയിന്റിലേക്ക് കിടക്കണം. അത് ഫോളോ അപ്പ് എന്നുള്ള സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ വീണ്ടും അത് ആക്ടിവേറ്റ് ചെയ്ത് അത് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു കറസ്പോണ്ടിങ് മീറ്റിങ്ങിൻ്റെ ആവശ്യം.